നെറ്റ് മാനേജ്മെന്റ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പരിചയപ്പെടാം. എ കമ്പനി ഹാസ് 5,010% cumulative preference shares of a ₹100 each. The dividend are unpaid for 2 years. How much of the total dividend must be paid to these shareholders before equity dividend is declared in the തേർഡ് ഇയർ? അതായത് എന്താണ്, 2 വർഷമായിട്ട് ഡിവിഡൻഡ് കൊടുത്തിട്ടില്ലായിരുന്നു, ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണ്. തേർഡ് ഇയറിൽ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര ഡിവിഡൻഡ് കിട്ടും എന്നാണ്. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യുമുലേറ്റ് ചെയ്യും അല്ലെ. അപ്പൊ 3ാമത്തെ വർഷം വരെ അപ്പൊ എത്രയാണ് വരുന്നത് നമുക്കറിയാം. 5,000 ആണ് എണ്ണം, എത്രയാണ് വില, എത്രയാണ് 100 ആണ്. അപ്പൊ അവർക്ക് എത്രയായിരുന്നു ഡിവിഡൻഡ് കിട്ടേണ്ടത്, എത്രയായിരുന്നു? മൊത്തത്തിന്റെ എത്ര ശതമാനമാണ്? 10% വരും. 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50,000 രൂപയായിരുന്നു ഒരു വർഷം അവർക്ക് എത്ര കിട്ടേണ്ടത്, ഡിവിഡൻഡ് കിട്ടേണ്ടത്. അങ്ങനെ ആകുമ്പോൾ 3 വർഷം ആകുമ്പോൾ എത്ര വരും? 50,000 പ്ലസ് 50,000 പ്ലസ് 50,000 എത്രയായിരിക്കും നമുക്ക് ആൻസർ വരുന്നത്? നോക്കിയേ, എത്ര ആൻസർ വരുന്നത്? 1,50,000. ഓപ്ഷൻ ഏതാണ്? സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.